നിങ്ങൾ കേൾക്കണം, ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട ലിജോ ജയിലിലായിരുന്നു. ഈ അമ്മ എന്നും വന്ന് എൻ്റെ അടുത്ത് കരയും, മുട്ടൂത്തി കരഞ്ഞിട്ട് പറയും, പാസ്റ്ററെ എൻ്റെ മോൻ ജയിലിൽ കിടക്കുക, ജയിലിൽ നിന്ന് ഇറങ്ങി വരത്തില്ല. വല്ലാത്ത അവസ്ഥയാണ് അവന്, വല്ലാത്ത അവസ്ഥയാണ്. ആദ്യമായിട്ട് എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അവൻ എലോഹിമിൽ ഇതുപോലെ നിന്ന് സാക്ഷ്യം പറയും. ഇന്നവനെ ആരോഗ്യത്തോടെ ബലത്തോടെ, നിങ്ങൾ കേൾക്കണം, കൂട്ടുകാർ അവനെ ചതിച്ചതാണ്. അങ്ങനെ 2 വർഷം ദുബൈയിൽ ആരോഗ്യദൃഢഗാത്രനായ ചെറുപ്പക്കാരൻ ജയിലിൽ കിടന്നു. അവൻ CID കയ്യിൽ പൈസ കൈമാറിയതാണ്. പക്ഷേ ജയിലിൽ അനുഭവിച്ചത് വല്ലാത്ത ദുരന്തമായിരുന്നു. അവൻ തന്നെ തിരിച്ചു വരുമെന്ന് അവൻ പ്രതീക്ഷ അല്ല. ഇങ്ങനെ അവനെ ആരോഗ്യത്തോടെ ഇവിടെ നിർത്തിയത് ഈ അമ്മയുടെ പ്രാർത്ഥനയും സഭയുടെ കണ്ണുനീരുമാണ്. പ്രാർത്ഥിച്ച ഒത്തിരി ദൈവമക്കളുണ്ട്. പ്രാർത്ഥിച്ച ഒരു കാര്യം കൂടെ ഞാൻ പറയുക, പ്രവചനം ഏത് ജയിലും തുറക്കും, പ്രവചനമേതു പൂട്ടും തുറക്കും, പ്രവചനമേതു രോഗിയെ സൗഖ്യമാക്കും, പ്രവചനമേതു പ്രതിസന്ധിയെ മാറ്റും. പ്രവചനത്തിന് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് രാവിലെ നിന്നെ പൂട്ടിയിട്ടത് പ്രവചനത്തിന്റെ ശക്തി കൊണ്ട് തുറക്കാൻ കരുത്തുള്ള ഒരു മഹാദൈവം ഇതിന്റെ നടുവിലുണ്ട്. ഈ സാരമാമ എപ്പോ എന്നെ കണ്ടാലും, അമ്മാമൻ ഗൾഫിലായിരുന്നു, എപ്പോ എന്നെ കണ്ടാലും എന്നോട് മോന്റെ കാര്യം മാത്രമേ ഉള്ളൂ പറയാൻ, വേറെ ഒന്നും പറയാനില്ല. ഇടയ്ക്ക് ഒരു ദിവസം വന്ന് കരഞ്ഞോണ്ട് എന്നെ കയ്യെ പിടിച്ച് ചോദിച്ചു, പാസ്റ്ററെ ലിജോ വരത്തില്ലയോ? ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട അമ്മാമേ, അടുത്ത ദിവസങ്ങൾ എണ്ണി തീർന്നിട്ട് ലിജോ നാട്ടിലെത്തും. ഞാനിത് പറയുമ്പോഴും അമ്മാമയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം നിന്നോട് പറയാ, വിശ്വസിക്കാൻ പറ്റാത്ത ചിലത് ദൈവം പറയും. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പറയും. ഈ പ്രിയപ്പെട്ടവൻ ഇന്ന് ജയിലിലല്ല, അവനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തിറക്കിയത് യേശുവിന്റെ രാജ്യത്തിന്റെ ശക്തിയാണ്. 18-ാം തീയതി 2022 ജയിലിൽ കയറിയതാണ്. അവൻ 2 വർഷം അവിടെ കിടന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ വന്ന് എന്നെ വിളിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ല. അവൻ എന്നെ വിളിച്ചു, പക്ഷേ ഞാൻ ഫോണെടുത്തില്ല. അവൻ വീട്ടിൽ കയറി വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് 8 വർഷത്തോളമായി. ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ മോൻ ദുബൈയിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് ഇവനെ ഞാൻ കണ്ടിട്ടില്ല. വീട് പണി തുടങ്ങാൻ വ്യാഴാഴ്ച വീട് പണി തുടങ്ങാൻ പോകുമ്പോൾ ബുധനാഴ്ച വൈകിട്ടാണ് ഇവൻ്റെ ചേട്ടത്തിയുടെ മോൻ വിളിച്ചു പറഞ്ഞു, ലിജോയെ പോലീസ് പിടിച്ചെന്ന്. അങ്ങനെ ആ വീട് പണി ദൈവം എനിക്ക് ഭംഗിയായി നടത്തി തന്നു. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പാസ്റ്റർ ഞാനിവിടെ വന്നു, പാസ്റ്റർ പറഞ്ഞു, അമ്മ കരയണ്ട, അവൻ ഇറങ്ങുമ്പോൾ അവൻ ഇവിടെ വരും എന്നെന്നോട് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിൽ ഞാനിവിടെ വന്നുകൊണ്ട് മുടങ്ങാതെ ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സഹോദരിയെ കാല് മുറിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അവളെ നോക്കാൻ ആരുമില്ല, മരുമോൾ നോക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു മുട്ടിന് താഴെ ഒരു കാല് മുറിച്ചു, മറ്റേ കാലിപ്പം 2 വിരൽ മുറിച്ചു വീട്ടിൽ കിടക്കുന്നു. അത് കാരണം ഇപ്പോൾ എനിക്ക് ആരാധനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ വരുവാൻ സാധിക്കാതെ ഒരു തടസ്സമായിട്ടിരിക്കുകയാണ്. അത് കുറയുമ്പോൾ അവൾ പോവും. അതിൻ്റെ ഇതാണ് ഇപ്പം വന്നത്. എനിക്ക് അതിലെല്ലാം സന്തോഷം. എൻ്റെ മോനെ കണ്ടതിൽ, എൻ്റെ മോൻ ഇവിടെ വന്നു പറഞ്ഞത് അവനെ രക്ഷിച്ച്. 8 വർഷമായി നിന്റെ അമ്മ നിന്നെ കണ്ടിട്ടല്ലേ? 8 വർഷമായി. ജയിലിൽ എങ്ങനെയായിരുന്നു? വല്ലാത്ത അവസ്ഥയായിരുന്നു. ജീവിക്കുന്നൊന്നും പ്രതീക്ഷയില്ലല്ലേ? You just pray to God and just you wish that one day you will come out and you will see your mom. That's it. അവൻ പറഞ്ഞു കേട്ടോ, ഒരു ദിവസം അവൻ്റെ മനസ്സിൽ തോന്നിയതാണ് അവൻ നാട്ടിൽ വരുമെന്ന്. ദൈവം അവൻ്റെ മനസ്സിൽ പറഞ്ഞാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാ, ഇവന് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കും. ഇവൻ അനുഭവിച്ച, നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ ജയിൽ പോലല്ല ദുബൈയിലെ ജയിൽ. ഞാനവിടെ പോയി നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. ഒരു വല്ലാത്ത അവസ്ഥയാണ്. എന്ന് ചിരിക്കാൻ പറ്റുന്നത് അല്ലേ ദൈവത്തിൻ്റെ കൃപയാണ്. ശരിക്കും പെട്ടുപോയല്ലേ? വിചാരിച്ചില്ല, ഇല്ല, ദൈവം ഇറക്കിക്കൊണ്ട് വന്നാ. ശരിക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു എപ്പോൾ ഇറങ്ങും. ഒരു ദിവസം പോലീസ് ചുമ്മാ വിളിച്ച് പറഞ്ഞ് നിൻ്റെ റിലീസായി. അപ്പോൾ അങ്ങനെ പിന്നെ മമ്മിയും ഫോൺ വിളിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞില്ല വരുക. ഡയറക്റ്റ്ലി ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ടിക്കറ്റൊക്കെ ബുക്കാക്കിയിട്ട് സർപ്രൈസായിട്ട് വീട്ടിൽ തന്നെ കയറി.
പിന്നെ മുംബൈയിൽ പോയില്ല, ഡയറക്റ്റ്ലി കേരളത്തിലാണ് വന്നു. ഇനി യേശുവിന് വേണ്ടി ജീവിക്കണം, ഓഫ് കോഴ്സ് ജീവിക്കും. നിന്നെ ഇവിടെ കൊണ്ടുവന്ന പ്രാർത്ഥനയാണ്, നിനക്കറിയാലോ. മനസ്സിലായി? ഒന്ന് കൈയടിച്ച ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. പ്രിയരെ, കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ അമ്മ ഈ പൊന്നുമോനെ കണ്ടിട്ടില്ല. പ്രാർത്ഥന അവനെ വിളിച്ചുകൊണ്ട് വന്നു. പ്രാർത്ഥന അവനെ ജയിലിൽ തുറന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്നു. പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഉണ്ട്. മറക്കണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിന് ഇന്ന് രാവിലെ മറുപടികൾ കിട്ടാൻ പോകുകയാ. കർത്താവിനോട് പറയുക, ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ വിഷയത്തിന് എൻ്റെ ദൈവം നിനക്ക് മറുപടി തരുന്ന ദൈവമാണ്. ഞാൻ ഈ അമ്മയോട് മോൻ ഇറങ്ങി വരുമെന്ന് പറയുമ്പോൾ അമ്മ എന്നോട് ആവർത്തിച്ച് ചോദിക്കും, പാസ്റ്റർ ശരിക്കും മോൻ വരുമോ? ഞാൻ പറഞ്ഞ, അമ്മേ മോൻ ഇറങ്ങി വരും. എലോഹീമിൽ ഇതുപോലെ നിന്ന് സാക്ഷ്യം പറയും. കാണാൻ പറ്റില്ലേ? യേശു വലിയ ആളാ. കൈ അടിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ലിജോയെ, ദൈവം അനുഗ്രഹിക്കും. ഐ ബ്ലസ് യു.